ഏവർക്കും ആശ്വാസകരമായ ഒരു വാർത്തയാണ് പുറത്തു വന്നിരിക്കുന്നത്. ഷോക്കടിക്കുന്ന പോലെ കറണ്ട് ബില്ല് വർദ്ധിച്ചിരുന്ന കേരളത്തിൽ ഈ മാസം മുതൽ വൈദ്യുതി ബിൽ കുറയുമെന്നാണ് റിപ്പോർട്ടുകൾ സൂചിപ്പിക്കുന്നത്. ഇന്ധന സർചാർജിന്റെ നിരക്ക് കുറയുന്നതിലൂടെയാണ് ഉപഭോക്താക്കൾക്ക് ബില്ലിൽ ആശ്വാസം ലഭിക്കുകയെന്നും വൈദ്യുതി വകുപ്പ് മന്ത്രി കെ കൃഷ്ണൻകുട്ടി വ്യക്തമാക്കുന്നുണ്ട്. പുതുതായി നിർമ്മിച്ച KSEBയുടെ SL പുരം ഇലക്ട്രിക്കൽ സെക്ഷൻ ഓഫീസിന്റെയും സബ് ഡിവിഷൻ ഓഫീസിന്റെയും ഉദ്ഘാടനം ഓൺലൈനായി നിർവഹിച്ച് സംസാരിക്കുകയായിരുന്നു മന്ത്രി. പ്രതിമാസ ബില്ലിംഗ് ഉള്ള ഉപഭോക്താക്കൾക്ക് യൂണിറ്റിന് 6 പൈസയും 2 മാസത്തിലൊരിക്കൽ ബില്ലിംഗ് ഉള്ളവർക്ക് യൂണിറ്റിന് 8 പൈസയുമായിരിക്കും പുതിയ ഇന്ധന സർചാർജ് എന്ന് മന്ത്രി പറഞ്ഞിട്ടുണ്ട്. ഇത്തവണ മാർച്ച് മാസത്തിന്റെ തുടക്കത്തിൽ തന്നെ വൈദ്യുതി ഉപയോഗം 100 ദശലക്ഷം യൂണിറ്റിന് അടുത്തെത്തിയിരുന്നു. കുതിച്ചുയരുന്ന വൈദ്യുതി ഉപയോഗം നേരിടാൻ കൃത്യമായ മുന്നൊരുക്കം നടത്തിയിട്ടുണ്ട്. പഞ്ചാബുമായും ഉത്തർപ്രദേശുമായും കൈമാറ്റ കരാറുകളിൽ ഏർപ്പെട്ടുകൊണ്ട് ഏകദേശം 500 മെഗാവാട്ട് വൈദ്യുതി ലഭ്യമാക്കാൻ കഴിഞ്ഞിട്ടുണ്ട്. അടുത്ത മാസം ഹിമാചൽ പ്രദേശിൽ നിന്നും ഏകദേശം 150 മെഗാവാട്ടോളം വൈദ്യുതി കൈമാറ്റ കരാറിലൂടെ ലഭ്യമാകുമെന്ന് പ്രതീക്ഷിക്കുന്നുവെന്ന് മന്ത്രി വ്യക്തമാക്കിയിട്ടുണ്ട്. പരീക്ഷ, ഉത്സവകാലങ്ങൾ എന്നിവ പരിഗണിച്ച് പ്രസരണ വിതരണ വിഭാഗങ്ങൾ തമ്മിൽ കൃത്യമായ ധാരണയോടെ അറ്റകുറ്റപ്പണികൾ ക്രമീകരിച്ച് വൈദ്യുതി തടസ്സം പരമാവധി കുറയ്ക്കണം. സുരക്ഷാ മുൻകരുതലുകൾ എടുക്കാതെ ജീവനക്കാർ ഇലക്ട്രിക് ലൈനുകളുമായി ബന്ധപ്പെട്ട ജോലികൾ ചെയ്യുന്നത് മൂലം ഇനി ഒരു ജീവനും നഷ്ടപ്പെടാൻ പാടില്ല. അപകട സാധ്യതയുള്ള പ്രദേശങ്ങളിൽ മുൻഗണനാ അടിസ്ഥാനത്തിൽ കവചിത കണ്ടക്ടറിലേക്ക് മാറ്റാൻ ശ്രമങ്ങൾ നടക്കുന്നുണ്ട്. വൈദ്യുതി ജീവനക്കാർക്കുണ്ടാകുന്ന അപകടങ്ങൾ കുറയ്ക്കുന്നതിന് ഇലക്ട്രിക്കൽ സർക്കിൾ തലത്തിൽ ഏരിയൽ ലിഫ്റ്റ് വാങ്ങിയിട്ടുണ്ടെന്നും മന്ത്രി പറയുന്നുണ്ട്. ഉപഭോക്താക്കളാണ് നമ്മുടെ യജമാനന്മാർ എന്ന ചിന്ത ഉൾക്കൊണ്ടുള്ള പ്രവർത്തനമാണ് KSEB കാഴ്ചവെക്കേണ്ടത്. അവർക്ക് വേണ്ട എല്ലാ സേവനങ്ങളും കാലവിളംബമില്ലാതെ അവരെ മാനസിക സമ്മർദ്ദത്തിലാക്കാതെയും ചെയ്തു നൽകണമെന്നും അദ്ദേഹം പറഞ്ഞിട്ടുണ്ട്. PP ചിത്തരഞ്ജൻ MLA ആയിരുന്നു അധ്യക്ഷൻ. ഏറ്റവും മികച്ച സേവനമാണ് KSEB കേരളത്തിന് നൽകുന്നതെന്ന് MLA പറഞ്ഞു. ഏത് പ്രതികൂല സാഹചര്യത്തിലും വൈദ്യുതി ബന്ധം വിച്ഛേദിക്കപ്പെട്ടാൽ സമയബന്ധിതമായി പുനഃസ്ഥാപിക്കാൻ KSEB ജീവനക്കാർ ആത്മാർത്ഥമായി പ്രവർത്തിക്കുന്നുണ്ടെന്നും അദ്ദേഹം പറഞ്ഞു. മാരാരിക്കുളം വടക്ക് ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് K സുദർശന ഭായ്, ഗ്രാമപഞ്ചായത്ത് അംഗം അളപ്പൻതറ രവീന്ദ്രൻ, ചീഫ് എഞ്ചിനീയർ VL പ്രസാദ്, ഡെപ്യൂട്ടി ചീഫ് എഞ്ചിനീയർ സ്മിത മാത്യു, ഡെപ്യൂട്ടി ചീഫ് എഞ്ചിനീയർ ട്രാൻസ്മിഷൻ സർക്കിൾ ആലപ്പുഴ G ശ്രീകുമാർ, ഇലക്ട്രോണിക് ഡിവിഷൻ എക്സിക്യൂട്ടീവ് എഞ്ചിനീയർ മായ S നായർ, ജനപ്രതിനിധികൾ, വിവിധ രാഷ്ട്രീയ പാർട്ടി പ്രതിനിധികൾ, ഉദ്യോഗസ്ഥർ തുടങ്ങിയവരും പങ്കെടുത്തിരുന്നു. ആലപ്പുഴ ഇലക്ട്രിക്കൽ സർക്കിളിന്റെ പരിധിയിൽ ചേർത്തല ഇലക്ട്രിക്കൽ ഡിവിഷന്റെ കീഴിൽ SL പുരം ഇലക്ട്രിക്കൽ സെക്ഷൻ ഓഫീസും ഇലക്ട്രിക്കൽ സബ് ഡിവിഷൻ ഓഫീസും പ്രവർത്തിക്കുന്നത്. ഈ ഓഫീസുകളുടെ ആവശ്യങ്ങൾക്കായി KSEB ലിമിറ്റഡിന്റെ കൈവശമുള്ള 54.5 സെന്റ് ഭൂമിയിൽ പുതുതായി 225.40 ചതുരശ്ര മീറ്റർ വിസ്തൃതിയിലാണ് പുതിയ കെട്ടിടം നിർമ്മിച്ചിട്ടുള്ളത്. 85 ലക്ഷം രൂപയുടെ ഭരണാനുമതിയാണ് ഈ കെട്ടിടത്തിന് ലഭിച്ചിരുന്നത്. 21,723 ലോ ടെൻഷൻ ഉപഭോക്താക്കളും 20 ഹൈ ടെൻഷൻ ഉപഭോക്താക്കളും അടങ്ങുന്നതാണ് SL പുരം ഇലക്ട്രിക്കൽ സെക്ഷൻ. 80,345 ലോ ടെൻഷൻ ഉപഭോക്താക്കളും 46 ഹൈ ടെൻഷൻ ഉപഭോക്താക്കളുമാണ് സബ് ഡിവിഷന്റെ പരിധിയിലുള്ളത്.